ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള പേപ്പറാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an equation involving derivatives, an equation involving derivative ആണ് എന്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. അതായത് ഒരു ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ ആ ഇക്വേഷനെ പറഞ്ഞ പേരാണ് എന്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. y ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. ഇത് എന്ത് ഇക്വേഷൻ ആണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം ആദ്യം ഇതൊരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷനിൽ ആര് കയറി വന്നു? ഡെറിവേറ്റീവ് കയറി വന്നു. അതുകൊണ്ട് ഇത് എന്ത് ഇക്വേഷൻ ആണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഒരു എക്സാമ്പിൾ നോക്കാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സൈൻ എക്സ് വൈ ഈക്വൽ ടു ടാൻ എക്സ്. ഇത് എന്ത് ഇക്വേഷൻ ആണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം ഈ ഇക്വേഷനിൽ ആരൊക്കെ കയറി വന്നിട്ടുണ്ട്? ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. അതുകൊണ്ട് ഇത് എന്ത് ഇക്വേഷൻ ആണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ സെഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ സെഡ് ബൈ ഡെൽറ്റ വൈ ഈക്വൽ ടു 0. ഇത് എന്ത് ഇക്വേഷൻ ആണ്? ഇതും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം എക്സിന് വിത്ത് റെസ്പെക്ട് ടു സെഡിന് വിത്ത് റെസ്പെക്ട് ടു എക്സിനും ഡെറിവേറ്റീവ് ചെയ്തിരിക്കുന്നു, സെഡിന് വിത്ത് റെസ്പെക്ട് ടു വൈനും ഡെറിവേറ്റീവ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഇത് ഡിഫറൻഷിയേഷൻ ഇവിടെ ഉണ്ട്. ഇക്വേഷനിൽ ആരൊക്കെ ഡെറിവേറ്റീവ് ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഇത് എന്ത് ഇക്വേഷൻ ആണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതുപോലെ അടുത്തത് ഡെൽ സ്ക്വയർ സെഡ് ബൈ ഡെൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു ഡെൽ സെഡ് ബൈ ഡെൽ വൈ ഈക്വൽ ടു ടാൻ വൈ. ഇതെന്ത് ഇക്വേഷൻ ആണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും വേറൊന്ന് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും. ഓക്കെ, ഒന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും വേറൊന്ന് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ODE എന്ന് പറയുകയാണെങ്കിൽ മറ്റൊന്നാണ് എന്ത് PDE, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവും ഇതെന്താ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. രണ്ട് തരമാണുള്ളത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്. ഒന്ന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും മറ്റൊന്ന് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും. ODE എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഡിപെൻഡന്റ് വേരിയബിളും ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറഞ്ഞ പേരാണ് എന്ത് ODE എന്നുള്ളത്. PDE എന്ന് പറയുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ അയാളെ പറഞ്ഞ പേരാണ് എന്ത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോ dy ബൈ dx പ്ലസ് സൈൻ എക്സ് വൈ ഈക്വൽ ടു 0. ഇത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം dy ബൈ dx അതായത് എക്സ് എന്നുള്ള വേരിയബിളിന് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് നമ്മൾ ഡെറിവേറ്റ് ചെയ്തത്. അതായത് ഇവിടെ ഒരു വേരിയബിൾ ഉള്ളൂ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ഉള്ളൂ. അതുകൊണ്ട് ഇത് എന്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ്. ഇത് എന്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്? ഇത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം ഇവിടെ ആരൊക്കെ ഉള്ളൂ? വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഒരൊറ്റ പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്തിട്ടുള്ളൂ. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഒന്നുള്ളൂ, ഡിപെൻഡന്റ് വേരിയബിളും ഒന്നുള്ളൂ. അതായത് ODE എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഡിപെൻഡന്റ് വേരിയബിളും മാത്രം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഇനി PDE എന്ന് പറയുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറഞ്ഞ പേരാണ് എന്ത്? PDE. അതായത്
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഡെൽറ്റ സെഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ സെഡ് ബൈ ഡെൽറ്റ വൈ ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് വൈ. ഇവിടെ നോക്കുക, ഇത് എന്തുകൊണ്ടാണ് പി ഡി ആവാൻ കാരണം എന്നുള്ളത്. അതായത് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിനും സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിനും ചെയ്തിരിക്കുന്നത്, ഇവിടെ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിലും ഡെറിവേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എത്ര രണ്ടാളുണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് ആരുള്ളൂ, സെഡ് മാത്രമേ ഉള്ളൂ. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഒന്നിൽ കൂടുതലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്ത് പറയും, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ del w by del x plus del w by del y plus del w by del t equal to 0. ഇതെന്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിനും ചെയ്തിരിക്കുന്നത്, ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈനും ചെയ്തിരിക്കുന്നത്, ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിലും ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. കാരണം ടി ഉണ്ട്, വൈ ഉണ്ട്, എക്സ് ഉണ്ട്. അതുകൊണ്ട് ഇത് എന്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇപ്പൊ 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും. ഓക്കെ, നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഓർഡർ ആൻഡ് ഡിഗ്രി എന്താണെന്നുള്ളതാണ്. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രിയും എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. അത് നമ്മൾ ഓർഡർ എന്താണെന്ന് നോക്കാം. ഓർഡർ, അതായത് ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആരാണോ ആ ഇക്വേഷനിൽ ഉള്ളത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് എന്ത് പറയാം? ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. എന്താണ്? ഹയസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്ത് പറയാം? ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആരാണോ ആ നമ്പറിനെ പറഞ്ഞ പേരാണ് എന്ത്? ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. എക്സാമ്പിൾ നോക്കുക. ഇവിടെ y ഡബിൾ ഡാഷ് ഹോൾ സ്ക്വയർ പ്ലസ് y ഡാഷ് ഈക്വൽ ടു y ട്രിപ്പിൾ ഡാഷ്. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ, ആണ്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആരാണ്? y ട്രിപ്പിൾ ഡാഷ് ആണ്. അതായത് 3 ഡെറിവേറ്റീവ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ഓഫ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണ്? ഓർഡർ എന്ന് പറഞ്ഞത് 3 ആണ്. അതായത് ഓർഡർ 3. ഇനി നമ്മൾ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ y ഡബിൾ ഡാഷ് ഹോൾ ക്യൂബ് പ്ലസ് y ഡാഷ് ഈക്വൽ ടു 0. y ഡാഷ് ഈക്വൽ ടു 0. ഇതിന് നോക്കുക, ഇതിന്റെ ഓർഡർ എന്ന് പറയുകയാണെങ്കിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആരാണോ, ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓടും, ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞത് എന്താണ്? ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്രയാണ്? 2 ആണ്. ഓക്കെ, 2 ആണ് ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? അതായത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആരാണോ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഉള്ളത് വെച്ചാൽ ആളെ പറഞ്ഞ പേരാണ് എന്ത്? ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ്. ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ നോക്കുക, ഡിഗ്രി എന്ന് പറഞ്ഞെങ്കിൽ ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഡറിന്റെ പവറിൽ ആരാണോ വരുന്നത് വെച്ചാൽ അയാളെ പറഞ്ഞ പേരാണ് എന്ത്? ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറിന്റെ പവറിൽ ആരാണോ വരുന്നത് വെച്ചാൽ ആളെ പറഞ്ഞ പേരാണ് എന്ത്? ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. y ഡബിൾ ഡാഷ് ഹോൾ ക്യൂബ് പ്ലസ് y ട്രിപ്പിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു സൈൻ എക്സ്. ഇത് എന്ത് ഡിഫറൻഷ്യൽ? ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ. ഇത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിലെ ഹയസ്റ്റ് ഓർഡർ എത്രയാണ്? ഓർഡർ എന്ന് പറയണമെങ്കിൽ 3 ആണ്. കാരണം ഇവിടെ ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, ഇത് 10 ഡെറിവേറ്റീവ് ഇല്ല, ഇത് തേർഡ് ഡെറിവേറ്റീവ് ആണ്. ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഈ 3ന്റെ പവറിൽ ആരാണുള്ളത്? 1 ആണ്. എപ്പോഴും 1 ഉണ്ടാവുമല്ലോ. അതായത് ഡിഗ്രി എന്ന് പറഞ്ഞത് എത്രയാണ്? ഡിഗ്രി എന്ന് പറഞ്ഞത് 1 ആണ്. അതായത് ഓർഡർ ആരാണോ ആളെ പവറിൽ ആരാണോ വരുന്നത് ആളെ പറഞ്ഞ പേരാണ് എന്ത്? ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. ഒരു നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ y ഡബിൾ ഡാഷ് അല്ലെങ്കിൽ y ട്രിപ്പിൾ ഡാഷ്
whole cube plus y dash whole square plus y double dash whole raised to 4 equal to log x. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡിനറി ആണ്. പിന്നെ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓർഡർ 3 ആണ്, കാരണം ഹയസ്റ്റ് ഡെറിവേറ്റീവ് 3 ആണ്. അതുകൊണ്ട് ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3ന്റെ പവറിൽ ആരാണ് വരുന്നത്? ആളാണ് എന്ത്? ഡിഗ്രി. അതായത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡിഗ്രി എന്ന് പറഞ്ഞത് 3 ആണ്. ചില കുട്ടികൾ നമ്മൾ എന്ത് ചെയ്ത് വെക്കും, ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ മുകളിൽ 4 ഉണ്ട്, 4 ആണ് ഡിഗ്രി എഴുതി വെക്കും. അങ്ങനെയല്ല, ഓർഡറിന്റെ പവറിൽ ആരാണോ വരുന്നത് ആളാണ് എന്ത് പറയാം? ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. ക്ലിയർ ആയി വിചാരിക്കുന്നത്? ഓക്കെ. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? ഒന്ന് ഫസ്റ്റ് പറഞ്ഞത് എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞു. സെക്കൻഡ് പറഞ്ഞത് 2 ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനും പിന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഒരു ടേമാണ് ഓർഡർ എന്താന്നുള്ളത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആരാണോ ഉള്ളത് വെച്ചാൽ ആളെ പറഞ്ഞ പേരാണ് ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പിന്നെ പറഞ്ഞതാണ് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡറിന്റെ പവറിൽ ആരാണോ വരുന്നത് വെച്ചാൽ ആളെ പറഞ്ഞ പേരാണ് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ.